കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനം സർക്കാർ മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചത് വ്യക്തമായ കാരണം പറയാതെ എന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ.പി. രാമനുണ്ണിയുടെ പ്രതികരണം. ഇത്തരം സംഭവം ഇത് ആദ്യമായാണ്. സാഹിത്യ അക്കാദമിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണമെന്നും കെ.പി. രാമനുണ്ണി മാതൃഭൂമി ന്യൂസിലൂടെ പറഞ്ഞു. സാർ, എന്തുകൊണ്ടാണ് ഈ തീരുമാനം ഇങ്ങനെ നീണ്ടുപോയി? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവാർഡ് നിർണയത്തിൻ്റെ എല്ലാ പ്രൊസീജറും കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് ബോർഡ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പുറത്തുവിടാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇക്കുറി അങ്ങനെ ഉണ്ടാവാൻ കാരണം സർക്കാരിൽ നിന്ന് തൽക്കാലം ഇത് ഡിക്ലെയർ ചെയ്യുന്നൊന്ന് നിർത്തിവെക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ഡിക്ലെയർ ചെയ്യുന്ന തൽക്കാലം ഒന്നും മാറ്റിവെക്കാൻ വേണ്ടി കൾച്ചറൽ മിനിസ്ട്രിയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി. അപ്പോൾ അങ്ങനെ ഓർഡർ വരുന്ന സമയത്ത് കൾച്ചറൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഫണ്ടഡ് ആയിട്ടുള്ള ഓട്ടോണമസ് ആണെങ്കിൽ കൂടി ഉള്ള പ്രസ്ഥാനമായതുകൊണ്ട് അവരായിട്ടുള്ളൊരു MOU മിനിസ്ട്രിയായിട്ട് സൈൻ ചെയ്തുകൊണ്ട് പ്രസിഡന്റ് പറഞ്ഞു നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിർത്തിവെച്ചെങ്കിലും എഴുത്തുകാർ പൂർണ്ണമായിട്ട് എക്സിക്യൂട്ടീവ് ബോർഡ് ഇത് ഉടനെ നിർത്തിവെച്ചത് ശരിയല്ല, ഉടനെ ഡിക്ലെയർ ചെയ്യണം. അത് സാഹിത്യ അക്കാദമിയുടെ പാരമ്പര്യത്തിനും സന്മനസ്സിനും പിന്നെ നല്ല പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ ഒട്ടാകെ എഴുത്തുകാർ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതാണ് ഞങ്ങൾ കൾച്ചറൽ മിനിസ്ട്രിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്ന സർക്കാർ, ഇപ്പം അധികാരത്തിലിരിക്കുന്ന ഈ സർക്കാർ ഇങ്ങനെ ഈ സാംസ്കാരിക മേഖലയിലുള്ള സ്ഥാപനങ്ങളിലേക്ക് കടന്നു കയറുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ വിലയിരുത്താൻ വേണ്ടി കഴിയും. അത് നമുക്ക് ഏത് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും നമുക്ക് അതിലെടുക്കാം. കാരണം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഇന്ന് ഇതിൽ ഇന്ന പ്രശ്നം കൊണ്ടാണെന്നോ എന്ന അവാർഡ് കൊടുക്കുന്നവർക്ക് ഇഷ്ടമല്ല എന്നിട്ട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നുമില്ല എന്നാണ് ഗവൺമെൻറ് സെക്രട്ടറിയും പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക്, ഒരു എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് ഇത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതൽ ഞാനൊന്നും കടത്തി പറയുന്നില്ല. കാരണം ഞാനിപ്പോഴും എൻ്റെ എക്സിക്യൂട്ടീവിൽ ഇരുന്നു കൊണ്ട് ഇതിനെ നേരെയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകൊണ്ട് കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളിലേക്ക് ഇപ്പം ഇറങ്ങുന്നില്ല. എന്നായിരിക്കും ഇനി ഒരു പ്രഖ്യാപനം ഉണ്ടാകുക? എന്ന് നമുക്ക് ഈ പ്രഖ്യാപനം ഇത് സ്റ്റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ മാറ്റുകയും ഇത് ഉടനെ ഡിക്ലെയർ ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയും വേണമെന്ന് സെക്രട്ടറിയോട് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ സെക്രട്ടറി മിനിസ്ട്രീനായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.